ഇപ്പം മിക്ക ഡയറ്റീഷ്യൻസും പറയുന്നുണ്ട് കൂടുതലും തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡയറി പ്രോഡക്ട്സ് പക്ഷേ പറ്റാത്ത ആളുകളും ഉണ്ട്. പക്ഷെ അവരുടെ അടുത്ത് പോലും ഈ ഡയറ്റീഷ്യൻസ് പറയുന്നുണ്ട് തൈര് ഇപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കാൻ നല്ലതാണ്, ആ ബാക്ടീരിയാസിന് നല്ലതാണ്, ഗട്ടിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും കേട് നല്ലതാണോ? കേട് നല്ലതാ, പക്ഷേ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർ, ഡയറി പ്രൊഡക്ട്സിന് അലർജി ഉള്ളവർക്ക് അതും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം ക്യാപ്സൂൾസ് ആയിട്ട് ബാക്ടീരിയസിനെ സപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ മറ്റ് സാധനങ്ങളും കയറുന്നുണ്ടല്ലോ. നാച്ചുറലായിട്ട് നമ്മളൊരു സാധനം എടുക്കുമ്പോൾ ബാക്ടീരിയാസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണല്ലോ നമ്മൾ പറയുന്നത്. ഓട്ടിസത്തിന് ഏത് ബാക്ടീരിയ ആണ് വേണ്ടത്, ഓക്കെ. മോഷൻ ടൈറ്റ് ആവുന്നതിന് ഏത് ബാക്ടീരിയ, ലൂസ് ആവുന്നതിന് ഏത് ബാക്ടീരിയ, ഗ്യാസ് ഉള്ളതിന് ഏത് ബാക്ടീരിയ. ചില ആൾക്കാരുടെ ഗ്യാസ് ഏമ്പക്കമായിട്ടും ചില ആൾക്കാരുടെ കീഴ്വഴിയുടെ രണ്ട് കാറ്റഗറിയാണ്. ഇത്രയും ഡീപ്പായിട്ടുള്ള സംഭവം അല്ലാതെ ചുമ്മാ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞൊരു സംഭവം അല്ല. അപ്പം ഓരോന്നിനും ഓരോ ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്. അല്ലാതെ ചുമ്മാ പോയിട്ട് നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു പ്രോബയോട്ടിക് കയറട്ടെ എന്ന് പറഞ്ഞാൽ അത് കാര്യം. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഗ്യാസിന്റെ ഗുളിക എന്നല്ലേ പറയുള്ളൂ. ഗ്യാസിന് ഗുളിക എടുക്കാം, അത് നാളെ എടുക്കണം, നാളെ കഴിഞ്ഞു എടുക്കണം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പിന്നെ മുന്നോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതാ പറഞ്ഞത്, അത് എന്ത് കാരണം കൊണ്ട് എന്നുള്ളത് കിട്ടിയാൽ പണി എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ മൊത്തത്തോടെ കഴിക്കേണ്ട, പലർക്കും പലതും പറ്റില്ല. പാല് മാത്രമായിട്ട് കുടിക്കുന്നത് വേറെ റിസൾട്ട്, കട്ടൻ ചായ ആയിട്ട് കുടിക്കുന്ന വേറെ റിസൾട്ട്, പാലും കട്ടൻ ചായയും മിക്സ് ചെയ്ത് ചായ ആയിട്ട് കുടിച്ചാൽ വേറെ ആക്ഷനാണ്. അപ്പം അതുകൊണ്ട് ഓരോ സാധനത്തിൻ്റെ കോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ നോർമൽ ചായ കുടിച്ച് അസിഡിറ്റി ലെവൽ ഭയങ്കരമായിട്ട് കൂടും.